ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാലക്കാട് റെയിൽവേ ഡിവിഷനിലും സമഗ്ര ശിക്ഷ കേരളത്തിലും ബട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലും കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. 7ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം സമഗ്ര ശിക്ഷ കേരളത്തിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർട്ട്സ് പദ്ധതിയുടെ ഭാഗമായി 2024-25 അധ്യയന വർഷം തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സ്കിൽ സെൻ്ററുകളിൽ ട്രെയിനർ, സ്കിൽ സെൻ്റർ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷ ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്ററുടെ കാര്യാലയം, സമഗ്ര ശിക്ഷ കേരളം, ഗവൺമെൻറ് ഗേൾസ് HSS ചാല, തിരുവനന്തപുരം 695036 എന്ന വിലാസത്തിൽ ഡിസംബർ 20 വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ബട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ കുക്ക്, കിച്ചൺ ഹെൽപ്പർ, സ്വീപ്പർ കം സാനിറ്ററി വർക്കർ, മേട്രൺ തസ്തികകളിൽ വനിതകൾക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുക്ക്, കിച്ചൺ ഹെൽപ്പർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് 8ാം ക്ലാസ് പാസ്സായിരിക്കണം. സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഡിസംബർ 18 രാവിലെ 10 മണിക്കാണ്. സ്വീപ്പർ കം സാനിറ്ററി വർക്കർ തസ്തികയിലേക്ക് 3 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇൻ്റർവ്യൂ നടക്കുന്നത് ഡിസംബർ 16 രാവിലെ 10 മണിക്കാണ്. മേട്രൺ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ആണ് അടിസ്ഥാന യോഗ്യത. കൂടാതെ അക്കൗണ്ടിങ്ങിലുള്ള അറിവും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരുമായിരിക്കണം. ഇൻ്റർവ്യൂ നടക്കുന്നത് ഡിസംബർ 19 രാവിലെ 10 മണിക്കാണ്. അപ്പോൾ ഈ 3 തസ്തികകളിലേക്കും വരുന്ന പ്രായപരിധി 40-നും 60-നും ഇടയിലാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം, സ്വഭാവ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ രേഖകൾ സഹിതം കോളേജ് ഓഫീസിൽ ഹാജരാവണം. അടുത്തത് ചങ്ങനാശ്ശേരി കോമൺ ഫെസിലിറ്റി സർവീസ് സെൻ്റർ പ്രോജക്റ്റ് അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് തസ്തികകളിൽ ഡിസംബർ 16 രാവിലെ 10:30 അഭിമുഖം നടത്തുന്നുണ്ട്. BSc പോളിമർ കെമിസ്ട്രി അല്ലെങ്കിൽ MSc പോളിമർ കെമിസ്ട്രി അല്ലെങ്കിൽ പോളിമർ ടെക്നോളജി ഡിപ്ലോമ അല്ലെങ്കിൽ BTech പോളിമർ ടെക്നോളജിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യതകളും പ്രായവും തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. ക്ലിനിക്കൽ സൈക്കോളജിയിൽ MPhilലും RC രജിസ്ട്രേഷൻ യോഗ്യതയുള്ളവർക്കും ഡിസംബർ 16 രാവിലെ 10 മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിൻ്റെ ചേംബറിൽ നടത്തുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ തന്നെ തളിപ്പറമ്പ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കൗൺസിലിൻ്റെ അധീനതയിലുള്ള വിവിധ ടൂറിസം ഡെസ്റ്റിനേഷനുകളിലേക്ക് കെയർടേക്കർ കം സെക്യൂരിറ്റി 2 ഒഴിവ്, ക്ലീനിംഗ് സ്റ്റാഫ് 1 ഒഴിവ് തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കെയർടേക്കർ കം സെക്യൂരിറ്റി തസ്തികയിലേക്ക് പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. ക്ലീനിംഗ് സ്റ്റാഫ് ഉയർന്ന പ്രായപരിധി ബാധകമല്ല. ഡിസംബർ 16 ഉച്ചയ്ക്ക് 5 മണി വരെ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. നെന്മാറ ബ്ലോക്ക് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന SVP ഓഫീസിൽ അക്കൗണ്ടൻ്റായി പ്രവർത്തിക്കുന്നതിന് കുടുംബശ്രീ അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിട്ടുള്ള 18 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താൽക്കാലിക നിയമനമാണ്. BCom ബിരുദവും ടാലിയുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. നെന്മാറ ബ്ലോക്ക് പരിധിയിൽ താമസിക്കുന്നവർ അപേക്ഷിച്ചാൽ മതി. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രത്തിൻ്റെ പകർപ്പുകളും കുടുംബശ്രീ അംഗം അല്ലെങ്കിൽ കുടുംബശ്രീ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി അംഗമാണെന്ന് തെളിയിക്കുന്ന ബന്ധപ്പെട്ട CDSൽ നിന്നുള്ള സാക്ഷ്യപത്രവും സഹിതം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ ഡിസംബർ 16 വൈകിട്ട് 5 മണിക്കകം സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ റെയിൽവേ ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പിന് അവസരം വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 5 പേർക്കാണ് അവസരം വന്നിട്ടുള്ളത്. +2 SSA, COPA, FOA, DO, സെക്രട്ടേറിയറ്റിൽ പ്രാക്ടീസ്, സ്റ്റെനോഗ്രാഫർ എന്നിവയിൽ ഏതെങ്കിലും ഒരു ട്രേഡിലുള്ള ITI അല്ലെങ്കിൽ ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്.
18 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഡിസംബർ 16-നകം അപേക്ഷിക്കണം. 1 വർഷത്തേക്കാണ് ഇന്റേൺഷിപ്പ്. മാസം 7000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ അയക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.